എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്കിംഗ് അറ്റ് മൈ ഫ്ലോറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീഫ് വിന്താലുമാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പോർക്ക് വിന്താലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരെ കണ്ടു നോക്കണം. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ബീഫ് വിന്താൽ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ബീഫ് വിന്താൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. ആ ബീഫ് നല്ലപോലെ കഴുകി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. വിന്താലുവിന് അരപ്പുണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക്, പട്ട, കറയമ്പ്, വലിയ ജീരകം, ഏലയ്ക്ക, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില. ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് പട്ട, കറയമ്പ്, ഏലക്ക, ജീരകം ഇട്ട് ചെറിയ ചൂടിൽ ഒന്ന് വറുത്തെടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ചൂടാക്കാൻ ശ്രദ്ധിക്കണം. ഇവ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ചെറിയ ചൂടിൽ തന്നെ വേണം വറുക്കാനായിട്ട്. കടുക് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. അരക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ മസാല എല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബീഫ് വിന്താൽ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാള ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് മസാല മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ആ മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കണവരെ 2 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരച്ച മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3/4 കപ്പ് വെള്ളം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി ഇത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ചില ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലതിന് കുറെ സമയം എടുക്കും. അപ്പൊ അതിന്റെ പാകം നോക്കി നിങ്ങൾ വേവിച്ചെടുക്കണം. പിന്നെ ഓരോരുത്തരുടെ കുക്കറിന്റെ സമയം വ്യത്യാസമായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പൊ സ്റ്റീം എല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ബീഫ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ മൂടിയിട്ട് വേവിച്ചാൽ മതി. ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. പുളി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഇതിന്റെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പ് പുളി ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കണം. കറി നല്ലതുപോലെ കുറുകി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാം. ഈ വിന്താലു നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.